ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊക്കെ ഒരു 10-12 വർഷം പഴക്കമുള്ള ചുരിദാറാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ രണ്ട് ചുരിദാറിൽ ഏത് ചുരിദാർ ഞാൻ സെലക്ട് ചെയ്തതെന്ന് കണ്ടോ? ഇതൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലുള്ള ചുരിദാറായിരുന്നു കേട്ടോ. അന്ന് ഇതൊക്കെയായിരുന്നു ഒരു ഫാഷൻ. അപ്പോൾ ഞാൻ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഔട്ടിംഗ് ആണ്. കാരണം എൻ്റെ ഓഫീസിലത്തെ കൂടെ വർക്ക് ചെയ്യുന്ന വക്കീലിൻ്റെ വീട് ഹൗസ് റിനോവേഷൻ ചെയ്തു. അപ്പോൾ അതിന് പോകുന്ന ഒരു ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അതേ മൾട്ടി കളർ വളയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സൺഡേ ആണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. എനിക്കിപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കൺമഷി എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ കൺമഷിയൊക്കെ നല്ല രീതിയിൽ തേക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കണ്ണെഴുതാണ്ട് പുറത്ത് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ കൺമഷിയൊക്കെ എടുത്തത് നല്ല ഭംഗിയിൽ വാലിട്ട് കണ്ണെഴുതിട്ട് വാൽ കണ്ണെഴുതിയ മകലാവിൻ ആമ്പൂ മണമായി, അതുപോലെ തന്നെ നല്ല വാലിട്ട് എഴുതിട്ടോ. അത് കഴിഞ്ഞതേ എൻ്റെ കണ്ണെഴുത്ത് കഴിയുന്നില്ല. അത് കഴിഞ്ഞ് എനിക്ക് ചുരിദാർ ടൈറ്റ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ എന്നിട്ട് വീണ്ടും ഒന്ന് നോക്കി. പക്ഷേ ലൂസ് തന്നെയാണ്. പക്ഷേ അത് ശരീരത്തോട് ഒട്ടുകൂടി കിടക്കാൻ കാരണമായിരിക്കും. പിന്നെ കുറച്ച് കാലത്തെ പഴക്കം ഉണ്ടല്ലോ. ഇടുമ്പോൾ എനിക്കത് സംശയം ഉണ്ടായിരുന്നു, കീറിപ്പോയി ഈശ്വര. അത് കാരണം അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക്. സിന്ദൂരത്തിൻ്റെ സ്റ്റിക്കൊന്നും ഇല്ലാണ്ട് ഞാൻ ഒരു ഫംഗ്ഷനും പോവില്ല കേട്ടോ. എവിടെ പോവായാലും അതെ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എൻചാൻഡ് ആ പൗഡറാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വാരി മുഖത്തൊരു നല്ല സുഖമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ വാരി അതൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. പൊട്ടിയൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുമ്പോൾ ഇതാണ് കോലം കേട്ടോ. ഒന്നും ചെയ്യണില്ല. പിന്നെ ഐലൈനറൊക്കെ എടുത്ത് വാരി എഴുതി. ഒരു ഫംഗ്ഷൻ അല്ലേ എന്ന് വിചാരിച്ച്. കാരണം ഞാൻ വിചാരിച്ചു വക്കീൽ ഹൗസ് റിനോവേഷൻ ആണല്ലോ, ഹൗസ് വാമിങ് ആണല്ലോ, അപ്പോൾ കുറേ അധികം ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഈ രാജാവിൻ്റെ വേഷമൊക്കെ എടുത്തിട്ടത്. പക്ഷേ എനിക്കൊരു ചതി പറ്റി ഗായ്സ്. അത് ഈ വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് 12 മണിക്കാണ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് പുറപ്പെടാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു 11:30 കഴിഞ്ഞോട് കൂടി ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പൊന്നും വലിയ കാര്യത്തിലില്ലാത്ത കാരണം ഞാൻ വേഗം കഴിഞ്ഞ് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ വണ്ടിക്കൊരു പണി കിട്ടിയ കാരണം വണ്ടി കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം വണ്ടി സർവീസിന് കയറ്റിയേക്കായിരുന്നു. സർവീസിന് കയറ്റിയ കാരണം എനിക്ക് വണ്ടി വർഷാപ്പിലായാലും കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ കാരണം ഞാൻ രക്ഷപ്പെട്ടു. വേഗം എല്ലാം കഴിഞ്ഞ് ഓട്ടി ചാട്ടി മേക്കപ്പൊക്കെ കഴിഞ്ഞു. അവസാനം കണ്ണിൽ നിന്ന് കുറച്ച് ജസ്റ്റ് എവിടെയോ പരന്നു. അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ച് കളയണം കേട്ടോ. അത് കഴിഞ്ഞതേ എല്ലാ പുട്ടിയും കാര്യങ്ങളൊക്കെ വലിച്ച് പൊത്തി എന്താ പറയുക, മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞു. എല്ലാം അവസാനിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇടയിലൊക്കെ ഓരോന്ന് വീണ്ടും തേച്ചതും സാറ്റിസ്ഫാക്ഷൻ വരാണ്ട് ഞാൻ വീണ്ടും തേച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. കണ്ണൊക്കെ ഉണങ്ങിയെന്ന് വിചാരിക്കുന്നു. കണ്ണൊന്ന് ഉണങ്ങിയോ നോക്കാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അത് കാരണം ഞാൻ സമാധാനമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ് മസ്കാരയൊക്കെ കയ്യിലെടുത്തു. മസ്കാരയൊക്കെ നല്ല രീതിയിൽ വലിച്ചു വാരി പൊത്തി. ഓ അടിപൊളിയായിട്ട് പൊത്തി. ഓ എന്ത് ഭംഗി കാണാൻ. എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ സെൽഫ് ലവ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇടയ്ക്ക് എന്താ പറയുക, നമുക്ക് നമ്മളായിട്ട് തന്നെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വേണം. എന്നുള്ള ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിച്ചു കൊടുക്കണം, നമ്മളിടയ്ക്ക് പുറത്ത് പോകണം. നമുക്ക് നമ്മൾ തന്നെ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ പൊരുതാൻ തീരുമാനിച്ചാൽ നമുക്ക് എവിടെയും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞത് ലിപ്സ്റ്റിക്ക്. എൻ്റെ മെയിൻ സാധനമാണ് ലിപ്സ്റ്റിക്ക്. എവിടെ പോകുമ്പോഴും അതെ, ഈ സാധനം ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വലിച്ചു വാരി നന്നായി ഇട്ടു കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടിപ്പോയോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ ലിപ്പിൻ്റെ കളർ തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ കളർ കമ്മലാണ് എടുത്തത്, മൾട്ടി കളർ കമ്മലാണ് എടുത്തത്. നമ്മുടെ ഹിന്ദിക്കാരുടെ കമ്മലാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും ഒരു ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ എപ്പോഴും ഷോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു കാരമാണ് ഹിന്ദിക്കാരുടെ കമ്മൽ. അപ്പോൾ ഞാൻ പൂരത്തിനും അങ്ങനെ വേലയ്ക്കൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ കമ്മൽ ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ അവരാകുമ്പോൾ നല്ല റേറ്റും കുറവിനും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ മീഷോ പോലത്തെ സൈറ്റ് പോലെയാണ്. കാരണം ഹിന്ദിക്കാരുടെ കമ്മൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും കേട്ടോ. അത് വേറെ കേസ്. അങ്ങനെ ഒരു കാര്യം നഗ്ന സത്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എൻ്റെ മുടി കാർക്കൂന്തലാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കുറേ അധികം മുടിയുള്ള കാരണം എങ്ങനെ കെട്ടുമെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല. കാരണം എങ്ങനെ കെട്ടിയാലും ബാക്കി 2 തരം കുഞ്ചിരോമം തന്നെയല്ലേ ഉള്ളൂ. അത് വേറെ വിശേഷം കേട്ടോ. അപ്പോൾ ഈ കുഞ്ചിരോമം ഒക്കെ നല്ല രീതിയിൽ എടുത്ത് വകച്ചിലൊക്കെ ഇട്ട് വെച്ചു. കാരണം നല്ല മുടി ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മുടി ഇപ്പോൾ എല്ലാവരും കാണുമ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ പറയണത് മെയിൻ കാര്യം, നിൻ്റെ മുടി എവിടെ പോയി എന്നാണ്. എനിക്കും നല്ല വിഷമമുണ്ട്. എൻ്റെ മുടി നന്നായി കൊഴിഞ്ഞു, നല്ല രീതിയിൽ മുടി നന്നായി കൊഴിയുന്നുണ്ട്. അപ്പോൾ എനിക്കും നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മുടിയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു.
അത് കഴിഞ്ഞ് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കയ്യിൽ ക്ലിപ്പും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ക്ലിപ്പ് കാണാണ്ടായപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വീണ്ടും ക്ലിപ്പ് ചെയ്ത് കുത്താനാണ് പോണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലിപ്പ് കുത്തുന്ന ആക്ഷൻ പ്രത്യേകിച്ച് നിങ്ങൾ കാണണം. അത് വളരെ ഹൈലൈറ്റ് ആയ ഒരു ആക്ഷനാണ്. അപ്പോൾ എനിക്ക് ഈ ക്ലിപ്പ് കുത്തുമ്പോൾ എപ്പോഴും വരുന്ന ഒരു ആക്ഷനാണ് കേട്ടോ. അതെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരണേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു വട്ടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹൗസ് വാമിൽ പോയപ്പോൾ മോളുടെ തലയിൽ ക്ലിപ്പ് വയ്ക്കണായിട്ട് ഞാനിങ്ങനെ കുത്തിയപ്പോൾ അവരത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് അതെങ്ങനെയാണ് വരേണ്ടത്, ഓട്ടോമാറ്റിക്കായിട്ട് വരണതാണ്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കണതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വരുന്നതാണ് കേട്ടോ. ഒരിക്കലും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് നേരം വൈകി. ഞാൻ 11:45 12 മണിക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് പോകുന്നു പുറപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ 11:45 കഴിഞ്ഞ് 12 10 മിനിറ്റായി. എനിക്ക് ആകെ ടെൻഷനായി. ഈശ്വരാ എങ്ങനെ പോകും, വേഗം പോകണമല്ലോ എന്ന് വിചാരിച്ചതേ എല്ലാം കഴിഞ്ഞതേ. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ കുത്താണ്ടാണ് പോകുന്നത്. അപ്പോൾ പൊട്ട് തപ്പിയെടുത്തു. അപ്പോഴേക്കും നേരം വൈകി. പിന്നെ ഞാൻ എൻ്റെ പുതിയ കുടയാണ് കേട്ടോ. ഇത് ഞാൻ കോഴിക്കോട് പോയപ്പോൾ മേടിച്ച പുതിയ കുടയാണ്. ഹാൻഡ് ബാഗൊക്കെ സെറ്റ് ചെയ്തു. കാരണം ഇന്ന് ഇതെന്താ പറയുക, വണ്ടിയില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സിന് മാച്ച് തന്നെ റെയിൻകോട്ടൊക്കെ കിട്ടി. അങ്ങനത്തെ ചേട്ടൻ പെട്ടെന്ന് തന്നെ എന്നെ ഓഫീസിൽ കൊണ്ടാക്കി. ഞാൻ അവരുടെ വണ്ടിയിൽ കയറി. ബാക്കിൽ തന്നെയാണ് ഇന്ന് എൻ്റെ സീറ്റ്. കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ അച്ഛൻ അവിടെ നിന്ന് സിനിമയ്ക്ക് ഇപ്പുറത്ത് നിന്നു. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കണിമംഗലം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇവിടെ എന്താ പറയുക, ശക്തൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആകാശപാതയും കാര്യങ്ങളൊക്കെ കണ്ടു. ഞായറാഴ്ച കാരണം അധികം തിരക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറുക്കഞ്ചേരി എത്തിയപ്പോൾ എനിക്ക് കുറേ മെമ്മറീസ് തന്ന ഒരു സ്ഥലമാണ് കേട്ടോ കുറുക്കഞ്ചേരി. മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകളുള്ളതാണ്. ഞാൻ BEd പഠിച്ചത് ഇവിടെയാണ്. അത് കാരണമാണ് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ ഇവിടെയുള്ളത്. അപ്പോൾ അതേ ഞങ്ങൾ കുറുക്കഞ്ചേരി വഴി പോകുമ്പോൾ ഇപ്പോഴും അതേ നല്ല നല്ല ഓർമ്മകൾ എനിക്ക് ഈ ബേക്കറിയും ഈ സ്ഥലവും JP സ്കൂളും തന്നിട്ടുണ്ട്. അത് കാരണം അതൊക്കെ ഓർക്കണം. അതേപോലെ കണിമംഗലം പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇരിഞ്ഞാലക്കുട എത്തണം. ക്രൈസ്റ്റ് കോളേജിൻ്റെ അടുത്താണ് ഈ വക്കീലിൻ്റെ വീട് വരുന്നത്. അപ്പോൾ മഴക്കാലമായ കാരണം ഒരുവിധം എല്ലാവരും വെള്ളവും സ്ഥലമൊക്കെ ഉള്ള കാരണം പാടം പച്ചപ്പൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചെറിയ ചാറലൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ കുരുത്തത്തിന് ഞങ്ങൾക്ക് വണ്ടിയിൽ കയറിയപ്പോഴാണ് കിട്ടിയത്. അത് കാരണം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. പോരാത്തതിന് ക്രൈസ്റ്റ് കോളേജിൻ്റെ അടുത്തെത്തി. ക്രൈസ്റ്റ് കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആളുടെ വീട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നതും ഞങ്ങളെ വരവേറ്റത് 2 സുന്ദര കുട്ടപ്പന്മാരായിരുന്നു. ബ്രൗണി, റോണി എന്ന് പറഞ്ഞ 2 സുന്ദര കുട്ടപ്പന്മാർ. അപ്പം എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവരെ കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. ബ്രൗണിയുടെ കൂടെ ഞാൻ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവനെ. ബീഗിൾ ഇനത്തിൽ പെട്ടതാണ് കേട്ടോ അവനെ. അപ്പോൾ അതേ ആ വക്കീലിൻ്റെ വീടെത്തി. അച്ഛൻ ഇറങ്ങി. ഞങ്ങൾ ആ മതിലിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വക്കീലിൻ്റെ വീട്ടിലേക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മഴ കാരണം ഞങ്ങൾ വേഗം ഓടിയിട്ടാണ് പോകുന്നത്. കാരണം മഴ നനഞ്ഞാൽ ശരിയാവില്ല. കാരണം ഫുൾ ലെങ്ത് ചുരിദാറാണ്. ചളിയൊക്കെ ആയാൽ ശരിയാവില്ല. മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോകണ പോലെയാണ് ഞാൻ ഓൾറെഡി ചുരിദാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇവരുടെ ചളിയും കൂടി എനിക്ക് താങ്ങാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ എത്തി. ഞങ്ങൾ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നതിന് വക്കീലിൻ്റെ ഇരിഞ്ഞാലക്കുടത്തെ കൊളീഗ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് വീടൊക്കെ കണ്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പഴയ വീടുമ്പോൾ പുതുക്കി പണിതതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇരിഞ്ഞാലക്കുടത്തെ വക്കീൽമാരും ഉണ്ടായിരുന്നു. അച്ഛൻ ആദ്യമായിട്ട് ഓടിച്ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ കണ്ട അച്ഛൻ പറയുന്നുണ്ട് ആ വക്കീലുണ്ട് ഈ വക്കീലുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതേ ചെന്ന് വക്കീലിൻ്റെ ഭാര്യ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ആ ടീച്ചർ ഞങ്ങൾ നന്നായി സ്വീകരിച്ചു. നല്ലപോലെ സൽക്കരിപ്പിച്ചു. അത് കഴിഞ്ഞ് അവർ ഭക്ഷണമൊക്കെ കാറ്ററിംഗുകാരെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ക്രിസ്ത്യൻ ടൈപ്പ് ഫുഡായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ബ്രൗണി. അപ്പോൾ ഇവനെ ഞാൻ കുറച്ച് നേരം എടുത്തിട്ടൊക്കെ ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആരുടെയും ഫോട്ടോ അങ്ങനെ പബ്ലിക്കായിട്ട് ഇടുന്നില്ല. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ഈ ഗ്ലാസ് വർക്ക് ചെയ്ത ഒരു സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അങ്കമാലി മീനില്ലാത്ത മീൻകറിയായിരുന്നു. പിന്നെ അതേപോലെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ പോകുന്നത്. ഒരു 2:30 3 മണിയൊക്കെ ആയി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പോകുന്നത്. അപ്പോൾ കാരണം സാധാരണ ഞങ്ങൾക്ക് ഈ ടൈമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആരുടെയും മുഖം എടുത്ത് കാണിക്കുന്നില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മഴയൊക്കെ ഉണ്ടാകും. തിരിച്ച് മഴ കിട്ടിയിട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് കണിമംഗലം ആ റൂട്ട് വഴിയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എൻ്റെ JP കോളേജ്. JP കോളേജിൻ്റെ വഴി കൂടിയാണ് വന്നത്. കാരണം മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് അവിടെയുണ്ട് എനിക്ക്. നല്ല രീതിയിലായാലും പൊട്ട രീതിയിലായാലും കുറേ മെമ്മറീസ്, പഠനകാലത്തെ കുറേ മെമ്മറീസ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ 5 പേരുണ്ടായിരുന്നുള്ളൂ. ആ 5 പേരും 5 സ്വഭാവമുള്ളവർ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ടുള്ളത് സോഷ്യലുകാരായിട്ടായിരുന്നു. ഇപ്പോഴും ആ കമ്പനി അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കണ്ടു. അത് നല്ല രീതിയിൽ കൊണ്ടു തന്നാൽ തന്നെ അടിപൊളിയായിരിക്കും. കുട്ടികൾക്ക് അത് തൃശ്ശൂർക്ക് തന്നെ നല്ലത് ഇങ്ങനെ കണിമംഗലത്തൊരു പാർക്ക്, കണിമംഗലമല്ല, നമ്മുടെ JP കുറുക്കഞ്ചേരി കഴിഞ്ഞ് പിന്നത്തെ സ്റ്റോപ്പിലാണ് കണ്ടത്. നല്ല രീതിയിൽ കൊണ്ടു തന്നാൽ അത് കുട്ടികൾക്ക് കൂടുതൽ ഉപയോഗമായിട്ട് പ്രധാനമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ എത്തിയപ്പോൾ കുറച്ച് നേരം മെമ്മറിയൊക്കെ ഓർത്തു, പഴയ B.Ed മെമ്മറീസ്. കാരണം അത്രയധികം കുറേ നല്ല നല്ല ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് JP കോളേജ് ഞങ്ങളുടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോൾ എന്നും ഇങ്ങനെ ആലോചിക്കും എൻ്റെ ഫ്രണ്ട്സിനെയും, പഴയ മെമ്മറികൾ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അത് കഴിഞ്ഞതേ ഞാൻ വക്കീലിൻ്റെ അവിടെ നിന്ന് നേരെ എത്തി. ഞാൻ നേരെ അവിടെ നിന്ന് വണ്ടിയില്ലാത്ത കാരണം ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ഗതികേടായി. അത് ഞാൻ അവസാനം വക്കീലിൻ്റെ അവിടെ വീടെത്തി. ഞാൻ വേഗം വീട്ടിലേക്ക് വണ്ടി കയറി, ഓട്ടോറിക്ഷ കയറിയിട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ വക്കീലിൻ്റെ അവിടെ എത്തിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാനൊരു വണ്ടി വിളിച്ച് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ്, കാരണം മഴ വീണ കാരണം വേറെ ഒന്നും നോക്കിയില്ല. വേഗം ഓട്ടോ വിളിച്ച് കിട്ടിയ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് എത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓടിപ്പടഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 4 മണിക്ക് ശേഷം എനിക്ക് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാണല്ലോ, എനിക്ക് 4 മണിക്ക് ശേഷം തിരുവാതിരക്കളി ഉള്ള കാരണം ഞാൻ വേഗം ചാടി പുറപ്പെട്ടിട്ടാണ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതെ, നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ചെന്നിട്ട് വേണം ഇതൊക്കെ ഊരി വെക്കാൻ. ഈ രാജാവിൻ്റെ വേഷമൊക്കെ ഊരി വെച്ചിട്ട് വേണം വീട്ടിലേക്ക് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലത്തെ ഗോപ്രവേശം ബാസന്തി ആവാൻ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കിത് തന്നെ പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോൻ്റെ ആദ്യം പറയേണ്ടതാണ്, നമ്മൾ 176 സബ്സ്ക്രൈബേഴ്സായി. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഞാനൊരു ഗെറ്റ് അൺറെഡി വിത്ത് മീ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. വന്ന് അപ്പം തന്നെ ഡ്രസ്സൊക്കെ ഊരി, കമ്മലും മാലയൊക്കെ ഊരി വെച്ചിട്ടോ, വാച്ചൊക്കെ ഊരി വെച്ചിട്ടോ. കഴിഞ്ഞതേ ഞാൻ എൻ്റെ മുടിയൊക്കെ അഴിച്ച്, കാർക്കൂന്തലൊക്കെ അഴിച്ചിട്ട് നല്ല രീതിയിൽ അഴിച്ചിട്ട് നല്ല സമാധാനമായിട്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് വേറെ ഒന്നുമല്ല, ഡ്രസ്സ് കുറച്ച് പഴക്കമുള്ളതാണല്ലോ, എങ്ങാനും കീറിപ്പോയോണ്ടോ എന്ന് നോക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, മഴക്കാലമൊക്കെയാണ്, ഡ്രസ്സ് തുടങ്ങിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ കമ്മലൊക്കെ ഊരി, വള ഊരി, എല്ലാം ഊരി ഞാൻ നല്ലൊരു ചീരിയൊക്കെ ഞാൻ പാസ്സാക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ഉണ്ടല്ലോ, നല്ല കമ്മലാണ്. എനിക്ക് ഭയങ്കര വേദനയൊക്കെ എടുത്തു, ചെറിയ വേദനയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ കമ്മലൊക്കെ ഊരി ഭംഗിയിലാക്കി കഴിഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് മറന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബേഴ്സ് കാണിക്കാനായിട്ട് കുറേ നേരം എങ്ങനെയൊക്കെ ഇട്ട് നോക്കി, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഇട്ടിട്ടോ, എങ്ങനെയാണോ അവരൊക്കെ ഡ്രസ്സ് മറന്ന് എനിക്കറിയണില്ല. അത് കഴിഞ്ഞതേ ഞാൻ ഡ്രസ്സ് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. കുറേ നേരം നോക്കി, പിന്നെ വളരെയധികം വിഷമം തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തന്നെ മുമ്പിൽ വെച്ചിട്ട് ഡ്രസ്സ് ഊരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതേ ഞാൻ എൻ്റെ ഡ്രസ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്നേക്കാൾ നല്ല പാർട്സുകൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നതല്ലേ, അപ്പോൾ വേണ്ട. അപ്പം നിങ്ങളങ്ങനെ കണ്ട് രസിക്കണ്ടെന്ന് വിചാരിച്ചതേ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി. ഞാൻ കുമ്പിട്ട് പോകുന്നത് വേറെ ഒന്നും വേണ്ടില്ല, എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുമ്പിട്ട് പോയി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് തുടർന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അൺറെഡി വിത്ത് മീ ആണ് കാണിക്കാൻ പോകുന്നത്, ബാസന്തി വിത്ത് ബാസന്തി സ്റ്റൈൽ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂപ്പറ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിലത്തെ കോലാണ് കാണുന്നത് കേട്ടോ. ഞാനപ്പോൾ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇതൊക്കെ എടുത്ത് കണ്ടിട്ടിട്ട് ബാസന്തി സ്റ്റൈലിൽ വന്നിരിക്കുകയാണ്. ഒരു ചിരിയൊക്കെ പാസ്സാക്കി. ഹായ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.